ഓപ്പറേഷൻ തിയേറ്ററിന് അങ്ങനെ ഡോക്ടേഴ്സ് പുറത്ത് വരികയാണ്. പുറത്ത് വന്നിട്ട് സച്ചിനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, രവീന്ദ്രൻ ഇനി ഒരു കുഴപ്പമില്ല, ഒരു ആപത്തുമില്ല, രവീന്ദ്രൻ്റെ ഓപ്പറേഷൻ സക്സസ് ആണ്, ഒരിക്കലും ഇനി ഒന്നും സംഭവിക്കില്ല, അദ്ദേഹം നല്ല മിടുമിടുക്കനായി നല്ല ആരോഗ്യവാനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് ഇത് കേട്ട ഉടൻ തന്നെ സച്ചി അങ്ങ് ആ ഡോക്ടറെ 2 കൈയിനെയും പിടിച്ച് മുഖത്ത് വെച്ച് ഉമ്മം വെക്കുകയാണ് കേട്ടോ. ഡോക്ടറാണ് നമ്മുടെ ദൈവമൊന്നും, ഞാനല്ല, ഈ ദൈവം തന്നെയാണ് ഇത് പ്രവർത്തിച്ചത്, അല്ലാതെ ഞാനല്ല, ഞങ്ങളെ ഇങ്ങനെ നിയോഗിക്കുന്ന ദൈവം തന്നെയാണ് വന്നത് പ്രവർത്തിപ്പിച്ചത്, അതുകൊണ്ട് അദ്ദേഹത്തിന് ഇനി ഒരു ആപത്തും വരികയില്ല, അത് ബ്ലോക്കൊക്കെ മാറ്റിയിട്ടുണ്ട്, നല്ല സേഫായിട്ടുണ്ട്, ഇനി ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഇത് കേട്ട ഉടനെ എല്ലാവർക്കും അങ്ങ് സന്തോഷം. എല്ലാവരും എന്ന് പറയുന്നത് ശ്രുതിയും ചന്ദ്രയൊന്നും അവിടെ ഇല്ല, അവർ അമ്പലത്തിൽ പോയിക്കാണ്, അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയിക്കാണ്. ഈ സമയം നമ്മുടെ അങ്കിളിനെ ഇവിടെ നിർത്തിയിട്ടാണ് കുറച്ച് മെഡിസിൻ വാങ്ങണമെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടുന്നത് സച്ചിനെ. അങ്ങനെ സച്ചിനും പോകുന്നു. ഈ സമയത്ത് നമ്മുടെ രേവതി അവിടെ വരുന്നുണ്ട്. രേവതിയെ കണ്ടത് അമ്മാവൻ ചോദിക്കുന്നു, എന്ത് മോളെ നീ എന്ത് പറ്റിപ്പാണ് ഈ കാണിച്ച് വെച്ചത്, നിന്നിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണല്ലോ മോളെ നീ ചെയ്ത് വെച്ചത്, അങ്കിളെ ഇതൊക്കെ ഞാൻ അറിഞ്ഞും കൊണ്ട് ചെയ്തതൊന്നുമല്ല അങ്കിളെ, ശ്രീകാന്ത് എന്നെ വന്ന് വിളിച്ചു, ഞാൻ പോയി എന്നുള്ളത് വാസ്തവമാണ്, പക്ഷേ അവിടെ പോയപ്പോഴാണ് അറിയുന്നത് അന്ന് അവൻ്റെ കല്യാണമാണ്, ശാന്തിക്കാരൊക്കെ നിർബന്ധിച്ചപ്പോഴാണ് ഞാൻ അതിൽ ഒപ്പിട്ടത്, അല്ലാതെ ഞാൻ നിരപരാധിയാണ്, ഞാൻ അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. അപ്പോൾ പറഞ്ഞ് അവരെല്ലാം പുറത്ത് പോയി, ഇങ്ങനെയാണോ മോളെ, അതേ അങ്കിളെ ഇതാണ് സംഭവം നടന്നത്, അല്ലാതെ ഞാൻ നിരപരാധിയാണ്, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, എല്ലാവരും കൂടെ എന്നെ ഇപ്പം എൻ്റെ തലയിൽ കുറ്റം അടിച്ചേൽപ്പിക്കുകയാണ്, എനിക്ക് അച്ഛനെ ഒന്നിനെ കാണണം, അച്ഛനെ കണ്ട് അച്ഛൻ്റെ കയ്യിൽ നൂല് കെട്ടിക്കൊടുക്കണം ഒന്ന്. അപ്പോഴത്തേക്കും പറയാം അവരെല്ലാം പുറത്ത് പോയിക്കുകയാണ്, മോളേക്ക് പോയിട്ട് വന്നിട്ട് ചെയ്തോ കുഴപ്പമില്ല എന്ന് പറയാം. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ കിടക്കുന്ന ICUവിനകത്ത് കയറി പോയപ്പോൾ ഈ കിടപ്പ് കണ്ടപ്പോൾ തന്നെ രേവതിക്ക് ഭയങ്കരമായിട്ടുള്ള സങ്കടം വന്നു. രേവതി കാലിൽ തൊട്ട് തൊഴുതു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞാനിതിലൊക്കെ നിരപരാധിയാണ്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എൻ്റെ കയ്യിൽ കാശായിട്ട് തരാനൊന്നുമില്ല, അച്ഛൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് എൻ്റെ ചങ്ക് പൊടിയുകയാണ് എന്നും പറഞ്ഞും കൊണ്ട് നമ്മുടെ രേവതി കരയാണ്. രേവതി ഓരോന്നായിട്ട് പറഞ്ഞ് കരയാണ്. പക്ഷെ രവീന്ദ്രന് ഓർമ്മയൊന്നും വിഴുന്നിട്ടില്ല, പറഞ്ഞ സങ്കടങ്ങളെല്ലാം പറഞ്ഞു തീർക്കുകയാണ് നമ്മുടെ രേവതി. ഈ സമയമാണെങ്കിൽ നമ്മുടെ ശ്രുതിയും ചന്ദ്രമതിയും വരുന്നത് അമ്മാവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് രവീന്ദ്രൻ്റെ കൂട്ടുകാരെ. പെട്ടെന്ന് തന്നെ രവീന്ദ്രൻ അങ്ങ് ആളി കത്തുകയാണ്, അയ്യോ ദൈവമേ, രേവതി അകത്തുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് സംഭവിക്കും, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നതില്ല. അങ്ങനെ ഫോൺ വിളിച്ചപ്പോൾ കിട്ടി. പറയുന്നുണ്ട്, രേവതി പെട്ടെന്ന് പുറത്തേക്ക് വാ, ചന്ദ്രമതിയൊക്കെ വരുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താകുമെന്ന് അറിയില്ല. ഞാൻ എന്താ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പുറത്തിറങ്ങി വന്നു. ആരും കാണാതെ അങ്ങ് മാറിപ്പോവുകയുണ്ടായിരുന്നു. ഈ സമയം ശ്രുതിയും ചന്ദ്രമതിയും വന്നിട്ട് ചോദിച്ചു, ഇപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല, ഓപ്പറേഷൻ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവങ്ങളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി എല്ലാ ദൈവങ്ങളെയും വിളിച്ച് അങ്ങ് ആശ്വസിപ്പിക്കുകയാണ്. എൻ്റെ താലിമാല പൊട്ടിയില്ലല്ലോ, എൻ്റെ ചന്ദ്രേട്ടനെ എനിക്ക് തിരിച്ച് കിട്ടിയല്ലോ എന്നൊക്കെ ഉള്ളതിൽ. അങ്ങനെ അമ്പലത്തിന് കൊണ്ടുവന്ന പ്രസാദവും പൊടിയും എല്ലാം കൊണ്ടുവന്നിട്ട് അത് ഇട്ട് കൊടുക്കുകയാണ് ചന്ദ്രമതി. അങ്ങനെ ശ്രീകാന്ത് ഓടി കരഞ്ഞുകൊണ്ട് വരികയാണ് വർഷയുടെ അടുത്ത്. വന്നിട്ട് പറയുന്നുണ്ട്, എന്തിനാ ശ്രീകാന്ത് നീ കരയുന്നത്, അത് എന്നെ അച്ഛനെ കാണാൻ വേണ്ടി ആരും സമ്മതിച്ചില്ല, എന്നെ അതിൽ നിന്നും പുറത്താക്കി, എൻ്റെ അച്ഛന് എന്ത് പറ്റിയെന്നോ എന്താണ് ഒന്നും എനിക്കറിയാൻ പാടില്ല, സച്ചിയേട്ടൻ എന്നെ അടിച്ച് പുറത്തിറക്കി, അമ്മയ്ക്ക് എന്നെ വേണ്ട, സഹോദരങ്ങൾക്ക് ആർക്കും എന്നെ വേണ്ട, ഞാൻ ചെയ്ത കുറ്റം ആയതുകൊണ്ടല്ലേ എന്നെ അവർക്ക് ആർക്കും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കരയാനേട്ടാ. കരഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയില്ല. ഇതിനെല്ലാം കാരണക്കാരൻ ഞാൻ മാത്രമല്ലേ, അല്ലാതെ വേറെ ആരുമല്ലല്ലോ, ഞാൻ ചെയ്തു വെച്ചതല്ലേ, നീ കല്യാണം കഴിക്കാൻ പറഞ്ഞ സമയത്തോടെ ഞാൻ കല്യാണം കഴിച്ചു, എൻ്റെ അച്ഛൻ്റെ വീട്ടുകാരെ കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല, അപ്പോൾ അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെ വന്നത്. അപ്പോഴത്തേക്കും വർഷ പറയുന്നുണ്ട്, സമാധാനിക്കും, എല്ലാം ശരിയാവും, ഞങ്ങളെ വീട്ടിൽ വിളിക്കുന്ന അച്ഛൻ സന്തോഷത്തോടെ വന്ന് വീട്ടിൽ വിളിക്കുന്ന ഒരു ദിവസം വരും,
അപ്പോഴത്തേക്കും നമുക്ക് പോകാം, ഇപ്പോഴൊന്നും സങ്കടപ്പെടാതെ വിഷമിക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് വർഷ ശ്രീകാന്തിനെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ രവീന്ദ്രനെ ഡിസ്ചാർജ് ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പ് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, രേവതി വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, അവളൊരുത്തി നിമിത്തമാണ് ഇതെല്ലാം സംഭവിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനാ അവളെ കുറ്റപ്പെടുത്തുന്നത്? പക്ഷേ രേവതി അവിടെ വന്നതായിട്ട് രവീന്ദ്രൻ നല്ല ഓർമ്മയുണ്ട്, പക്ഷെ അത് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ രവീന്ദ്രനെ വീട്ടിലോട്ട് കൊണ്ടുപോവുകയാണ് ഡിസ്ചാർജ് ചെയ്തു.